അറിയുക, നിങ്ങൾ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്. തീർച്ചയായും ആ കാര്യത്തെ ഞാൻ നിങ്ങളോട് നിരോധിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും അവർ മരണാസന്നമാകുന്ന സമയത്ത് ഗൗരവപൂർവ്വം ഉണർത്തിയത് ഈ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പ്രവാചകന്മാർ പ്രതിസന്ധികളിൽ അകപ്പെട്ടിട്ടില്ലേ? നാളെ ഒരാൾ പറഞ്ഞു, ഗൾഫിക്ക് പോണ സമയത്ത് അവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ അവിടെ പോയിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയണത്രേ, ഒരു കുത്തുബിയത്ത് നടത്തണം. എന്താ കുത്തുബിയത്ത്? മുഹിയുദ്ദീൻ ഷെയ്ഖിന് 1000 വട്ടം വിളിക്കുക. മരണപ്പെട്ടു പോയ മുഹിയുദ്ദീൻ ഷെയ്ഖിന് 1000 വട്ടം വിളിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തിന്? വിദേശത്ത് പോയിട്ട് ജോലി ശരിയാവാൻ, അവിടെയുള്ള പ്രതിസന്ധികൾ ഒഴിവാകാൻ, അവിടെ ജയിലിൽ പോയത് രക്ഷപ്പെട്ട് കിട്ടാൻ. ഇതൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. രോഗം വന്നാൽ ആ രോഗശമനത്തിന് വേണ്ടി അതുപോലെയുള്ള സിദ്ധന്മാരിലേക്കും ദൈവങ്ങളിലേക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആരുടെ മാർഗത്തിലാ? നമ്മൾ പ്രവാചകന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നേരായ മാർഗത്തിൽ ഞങ്ങൾ നയിക്കണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആരുടേതാണ് നേരായ മാർഗം? പ്രവാചകന്മാരുടെ മാർഗം, അനുചരന്മാരുടെ മാർഗം, സ്വാലിഹീങ്ങളുടെ മാർഗം, സിദ്ദീഖീങ്ങളുടെ മാർഗം. അവരുടെ മാർഗത്തിലാക്കണേ എന്നതാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രവാചകന്മാരുടെ മാർഗം? നമുക്ക് എന്തെങ്കിലും തെറ്റോ കുറ്റോ സംഭവിച്ചാൽ ചില ആളുകൾ എന്താ ചെയ്യുക? അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റൂല, അടയാളന്മാരെ വെക്കും. എന്നാൽ ആദം നബി പഠിപ്പിച്ചത് എന്താ? റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് തന്നെ ഇതാക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഇതാ നട്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അയ്യൂബ് നബിക്ക് രോഗം വന്നു എന്ന് മാത്രമല്ല, രോഗം വന്ന് പുഴുത്തു പൊട്ടി കുടുംബങ്ങൾ വരെ അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന അവസ്ഥ വന്നു എന്നാണ്. ആ സമയത്ത് പോലും അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് ആരോടാ? അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. എനിക്കിതാ റബ്ബേ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീയാകട്ടെ കാരുണ്യത്തിൽ ഏറ്റവും കരുണാനിധിയാണല്ലോ, അതുകൊണ്ട് എൻ്റെ രോഗം ശിഫയാക്കണേ എന്നാണ്. അതുപോലെ വലിയ ദുരന്തത്തിലാണ് യൂനുസ് നബി പെടുന്നത്. കടലിൽ പോയിട്ട് മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ ഇരുട്ടറയിൽ പെട്ടുകൊണ്ടും ആ യൂനുസ് നബി പ്രാർത്ഥിച്ചത് ആരോടാ? ഇബ്രാഹിം നബിയോടല്ല, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീയല്ലാതെ യാതൊരു ദൈവവുമില്ല, നീ എത്ര പരിശുദ്ധനാണ്, തീർച്ചയായും ഞാൻ ഇതാ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു നാഥാ. അപ്പൊ യൂനുസ് നബി പ്രാർത്ഥന അങ്ങനെയാണ്. മൂസാ നബി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരവസ്ഥയിൽ നോക്കൂ, നിങ്ങൾ പറഞ്ഞത് എന്താ? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്റെ നാഥ, നീ എനിക്ക് ഇറക്കി തരുന്ന ഏതൊരു നന്മക്കും ഞാനിതാ ഇപ്പോൾ ആവശ്യക്കാരനാണ്. മുഹമ്മദ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന വീതിയിൽ ജനങ്ങൾ പരിഹസിച്ചപ്പോ തേടിയതാരോടാ? അന്നീ മഗ്ലൂബും ഫന്തസിർ. ഞാനിതാ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നാഥ, അതിനാൽ നീ എന്നെ സഹായിക്കണേ. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരും സുഹൃത്തുക്കളെ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ പറയും, അതിന് ഞങ്ങളെവിടെ ശിർക്ക് ചെയ്യണത്? ഇവിടെ ശിർക്കില്ലല്ലോ. അത് മുജാഹിദീങ്ങൾ പറഞ്ഞ് ഞങ്ങളിലോട്ട് ശിർക്ക് ഇങ്ങോട്ട് ആരോപിക്കല്ലേ എന്നൊക്കെ പറയാറുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ പലിശക്കാരുണ്ടായേക്കാം, വ്യഭിചരിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം, സൈബർ സെക്സിന് അടിമപ്പെട്ടേക്കാം, മദ്യപാനികളായേക്കാം. അങ്ങനെ തുടങ്ങിയ തെറ്റുകളിലേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കും. എന്നാൽ ശിർക്കൊക്കെ മനുഷ്യന്മാർ പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് സാധ്യത ഉണ്ടാവില്ല. അതെന്താ? നമ്മൾ ആളുകളെ പഠിപ്പിച്ച് വെച്ച തത്വമുണ്ട്. എന്താണ്? 2 അള്ളണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. ഞമ്മക്ക് അങ്ങനെ വിശ്വാസമല്ല, ഒരല്ലേ ഉള്ളൂന്നേ ഞങ്ങൾ വിശ്വസിക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മൊയ്യദ്ദീൻ ഷേഖിയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ശിർക്കാവൂല എന്ന ഒരു തത്വമാണ് പലപ്പോഴും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാ മനസ്സിലാക്കിക്കോ, അങ്ങനെ തന്നെയാണ് ശിർക്ക്. അത് തന്നെയാണ് ശിർക്കിലേക്കുള്ള പോക്ക്. ആ അവസ്ഥയിലേക്ക് പല ന്യായങ്ങൾ ചമച്ചുകൊണ്ട് ഈ ഉമ്മത്തിലെ നല്ലൊരു വിഭാഗം അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് മാത്രമല്ല, അവസാനം അവർ വിഗ്രഹാരാധനകളിലേക്ക് വരെ എത്തും എന്ന് പറഞ്ഞതാരാ? നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുത്തു നബിയാണ്.
ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലും മിൻ ഉമ്മത്തി അൽ ഔസാൻ. എൻ്റെ സമുദായത്തിലെ ചില ഗോത്രങ്ങൾ മുശ്രിക്കുകളോടൊപ്പം ചേരുന്നതുവരെയും എൻ്റെ സമുദായത്തിലെ ചില ഗോത്രങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതുവരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി പറയാ, ഈ കഴിഞ്ഞൊരു നബിദിനത്തിൻ്റെ ഒരു റീല് ഇപ്പോഴും ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നു. നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ഭാഗത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ദഫ് മുട്ടിക്കൊണ്ട് റോട്ടിലൂടെ കടന്നു പോവുകയാണ് ഒരു സംഘം, ആ നബിദിനത്തിന്റെ ഭാഗമായിക്കൊണ്ട്. അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ഒരു ക്ഷേത്രം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ക്ഷേത്രം എത്തിയപ്പോൾ നേരെ പോകുന്ന ആളുകൾ, കുട്ടികളൊക്കെ അവിടെ വിസിലടിച്ച് ഉസ്താദ് അവിടെ നിർത്തി. എല്ലാവരും ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞു. എന്നിട്ട് ആ ക്ഷേത്രത്തിന് വളരെ ഭവ്യാദരവോടുകൂടി അവർ സല്യൂട്ട് കൊടുത്തു. എന്നിട്ട് അവിടെ വണങ്ങി. എന്നിട്ട് അതിന് ശേഷമാണ് അങ്ങോട്ട് അവിടുന്ന് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ അതൊരു മതസൗഹാർദ്ദമായി കണ്ടാ പോരെ, അതിലെന്താ അത്ര കുഴപ്പം? ഞാൻ സൂചിപ്പിക്കുന്നത്, അവിടെ പ്രത്യേകമായി വണങ്ങുക. ഇനി അതിൻ്റെ ഉള്ളിൽ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഉള്ളിലൊന്ന് കയറി വിചാരിക്കുക, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെയുള്ള വിഗ്രഹത്തിന് മുമ്പിൽ ഒന്ന് വണങ്ങിയാലോ? അപ്പോഴും പറയും അതൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമല്ലേ, എന്താ അപ്പൊ അതിന് കുഴപ്പം എന്ന് ചോദിക്കും. അതിന്റെ മുമ്പിൽ പോയി ഒരാൾ കൈകൂപ്പി നിന്നാൽ അപ്പോഴും പറയുന്നത് അയാളെ മനസ്സ് നോക്കിയിട്ടല്ലേ, എന്താ അപ്പൊ അതിന് കുഴപ്പം? ഈ ചോദ്യം ഇന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേൾക്കുന്നതിൻ്റെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ അവരോട് സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാകാം. കാരണം നിങ്ങളുടെ വിശ്വാസം ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമാണ്. അതിവിടെ ആ വിശ്വാസം ആചരിക്കാനും കൊണ്ടു നടക്കാനും നമ്മുടെ ഭരണഘടനയെല്ലാം അവർക്ക് അവകാശം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസം തെറ്റാണെന്നും അത് ചെയ്താൽ പ്രശ്നമാണെന്നും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂവെന്നും വിശ്വസിക്കുവാനും ഏകദൈവ വിശ്വാസികളായി ജീവിക്കുവാനും അതിനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യം നമുക്ക് വകവെച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. ലാ തസുബ്ബു, നിങ്ങൾ ഒരിക്കലും മറ്റു ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കാൻ പോകരുത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ? ആരാധനാഭാവത്തോടുകൂടി അങ്ങനെയുള്ള ഭാവങ്ങൾ കാട്ടിക്കൂട്ടി അതാണ് പിന്നീട് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുക. അതിൻ്റെ തുടക്കങ്ങൾ നമ്മുടെ നാടുകളിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഹദീസിലേക്ക് നമ്മളൊക്കെ ചേർത്ത് വെക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുൻഗാമികൾ അന്ധമായി അനുകരിക്കുന്നത് എവിടേക്ക് എത്തിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞത്, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യകളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുക തന്നെ ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ പിഴക്കൂല എന്നല്ല, പിഴക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ ഹാദ ശിർക്ക്, നിങ്ങൾ ഈ ശിർക്കിനെ ഭയപ്പെടണം. കാരണം ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, കറുത്ത ഒരു പാറയിലൂടെ കറുത്ത ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതേപോലെ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ശിർക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണും. നമ്മളെ ജീവിതത്തിൽ ഒരു കാരണവശാൽ ഇത് വരരുത്. കാരണം ശിർക്ക് വന്നാൽ സംഭവിക്കുക എന്താ അറിയോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തന്നോട് പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതല്ലാത്ത മറ്റു പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പക്ഷേ പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് പുറത്തു കിട്ടൂല. ചെയ്തു കൂട്ടിയ നന്മകൾ മുഴുവനും പാഴാകും. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനം മുഴുവൻ പൊളിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്താണ് അള്ളാഹ് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊരു ബിരിയാണി വെച്ചു എന്ന് വിചാരിക്കുക. കല്യാണത്തിനോ സൽക്കാരത്തിനോ ബിരിയാണി വെച്ചു. അതിഥികളൊക്കെ വന്നിരുന്നു. അവർക്ക് വിളമ്പി കൊടുക്കാൻ സമയത്ത് ആ ചെമ്പിലേക്ക് അവിടെയുള്ളൊരു മണ്ണെണ്ണ വിളക്കാണ് വീണു. മണ്ണെണ്ണ വിളക്ക് വീണതോടുകൂടി ആ ഭക്ഷണം വെക്കുന്ന ആളാകെ ബേജാറായി. കാരണം മണ്ണെണ്ണ പോയതിൽ ഈ ബേജാറായ പിന്നെ വേഗം എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? വേഗം അതിൻ്റെ തവി എടുത്തിട്ടൊന്ന് ഇളക്കുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ ബാക്കി. അങ്ങനെയാണ് ഇതൊക്കെ വിളമ്പി കൊടുത്തത്. വിളമ്പി കൊടുത്ത ആളുകളൊക്കെ വന്ന് ഇരുന്നിട്ട് എല്ലാവരും അതിന് കുറേശ്ശെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെ വായിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ തന്നെ വെക്കും. ആരും കഴിക്കണില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക.
പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവനെ ഒരു പഴം ഉണ്ട് അവിടെ, അത് തൊലിച്ചത് തിന്ന് മെല്ലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ കുടുംബനാഥൻ വന്നിട്ട് പറഞ്ഞു, എന്താ മനുഷ്യന്മാരെ ഇതിൻ്റെ എന്നെ നിങ്ങൾ അനാദരിക്കുകയാണോ, കളിയാക്കുകയാണോ? 10-25,000 രൂപ ചിലവാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ബിരിയാണി ഉണ്ടാക്കിയത്. എന്തൊക്കെ സാധനങ്ങൾ അതിലിട്ടുകള്. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അത് തിന്നാതെ ഒരു വറ്റ് വായിലേക്ക് വെക്കാതെ നിങ്ങൾ എണീറ്റ് പോകുകയാണോ എന്ന് ചോദിച്ച് ഇയാൾ ചൂടാകുകയാണ്. പക്ഷെ ഇവർക്ക് ആർക്കും ഇത് മണ്ണെണ്ണ ചോയ്ക്കുന്നുണ്ടെന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ല, കാരണം മോശമല്ലേ. എന്താ സംഭവിച്ച്? 25,000 രൂപന്റെ മുതലയിലുണ്ട്, ശരിയാണ്. പക്ഷേ 1 രൂപയുടെ മണ്ണെണ്ണ അതിലേക്ക് ഒറ്റിയതോടുകൂടി അതൊന്നും അല്ലാതെ. ഇതേപോലെ ഇതാ ഹജ്ജിന് ഒരുങ്ങി നിൽക്കുന്ന ഘട്ടമാണിത്. ഹജ്ജ് ചെയ്തവർ ഈ വേദിയിലുണ്ടാകും, എൻ്റെ സദസ്സിലുണ്ടാകും, എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടാകും. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ സമ്പത്ത് ദാനം ചെയ്തവർ, സക്കാത്ത് കൊടുത്തവർ, സ്വതക്ക കൊടുത്തവരുണ്ടാകും. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തവരുണ്ടാകും. ഒരുപാട് സന്നദ്ധക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തവർ എൻ്റെ ശബ്ദത്തിന്റെ പരിധിയിലുണ്ടാകും. രോഗികളെ ശുശ്രൂഷിച്ചവരുണ്ടാകും. അങ്ങനെ അങ്ങനെ ഒരുപാട് നമസ്കരിച്ചവർ, നോമ്പ് നോറ്റവർ, സക്കാത്ത് കൊടുത്തവർ അവരൊക്കെ ഉണ്ടാകും. എന്നാ കേൾക്കണോ നിങ്ങൾക്ക്? ഇതിൻ്റെയൊക്കെ കൂടെ റബ്ബേ കാക്കണേ, അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് വിളിക്കേണ്ട ഒരു ഘട്ടത്തിൽ മുഹിയുദ്ദീൻ ഷേഖേ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ നമ്മുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല, നോമ്പല്ല സ്വീകരിക്കില്ല. നമുക്ക് നാളെ പരലോകത്ത് ആ സ്വർഗം ലഭിക്കുകയില്ല. നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാ നമ്മളിതൊക്കെ ചെയ്യുന്നത്? സ്വർഗം കിട്ടാനല്ലേ. എന്നാൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ, അരയിൽ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ, കറുത്ത പൂച്ചയെ അഭൗതികമായ മാർഗത്തിലൂടെ നമ്മൾ ഭയപ്പെട്ടാൽ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജാറത്തിലേക്കും മക്ബറകളിലേക്കും സിദ്ധന്മാരിലേക്കും നമ്മൾ പുറപ്പെട്ടാൽ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. നിശ്ചയമായും നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഹറാമാണ്, നരകമാണ് നിങ്ങളുടെ വാസസ്ഥലം ഉണ്ടായിരിക്കുക. അപ്പൊ എന്തേ പറഞ്ഞതിന്റെ ചുരുക്കം? അഥവാ നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, ശിർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ അങ്ങാടിയിൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ മൊയ്യുദ്ദീൻ ഷെയ്ഖിനെ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ വിളിക്കുന്നവരുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങളത് അവസാനിപ്പിച്ചാൽ. ഞങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് വാശി പിടിച്ചത് ചെയ്യണ്ട. ഞങ്ങളെ ഉത്തരവാദിത്തത് പറഞ്ഞതിന് മാത്രമാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങളെ മനസ്സിലൊരു ന്യായം ഉണ്ടാവും, എന്ത്? അതിന് മൗലവി നിങ്ങൾ വല്ലാതെ ബേജാറാകണ്ട, ഞങ്ങള് ഒരിക്കലും തന്നെ അവർക്ക് സ്വയം അല്ലാഹു കൊടുത്ത കഴിവെന്നാണ് അവർ സഹായിക്കണതെന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. അവർക്ക് അല്ലാഹു കൊടുത്തിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന ന്യായമാണ് പല ആളുകളും പറയാറുള്ളത്. അല്ലെങ്കിലോ ഞങ്ങൾ സാധുക്കളാണ്, കുറ്റം ചെയ്തവരാണ്, അപ്പൊ അള്ളാഹുവിലേക്ക് നേരിട്ട് അടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞങ്ങൾ ഇടയാളന്മാരെ വെക്കുകയാണ് എന്നാണ്. അതാണ് പണ്ട് മുശ്രിക്കുകൾ പറഞ്ഞ ന്യായം. നിങ്ങളെ ആരും ഞങ്ങൾ മുശ്രിക്കുകളാക്കല്ല. പക്ഷേ ഈ ന്യായം മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാനല്ല പറയണത്, ഞങ്ങളുടെ പ്രസിദ്ധീകരണമല്ല പറയുന്നത്, ഖുർആനിൽ ആയത്താ പറയണത്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന ന്യായം എന്താ? ഞങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ചില ആൾക്കാർ പറയുന്നതാ, ഞങ്ങള് അള്ളാന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങളോട് പറയുന്നത്, അല്ലാതെ അവർ അള്ളയാണ് ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്നാണ്. അതന്നെയാണ് പണ്ട് മുശ്രിക്കുകൾ പറഞ്ഞത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അവർ അല്ലാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കൾ ആരാധിക്കുകയും ഇവർ അല്ലാഹുവിൽ ഞങ്ങളുടെ ശുപാർശകരാണെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ന്യായങ്ങളൊക്കെ സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ ന്യായമല്ല, അതെല്ലാം തന്നെ മുശ്രിക്കുകളുടെ ന്യായമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളല്ലേ, അതുകൊണ്ട് ഒരിക്കലും തന്നെ മുശ്രിക്കുകളുടെ ന്യായം നമ്മൾ പറയാൻ പാടില്ല, അള്ളാഹിനോട് മാത്രം. എന്നാലും പറയുന്നത്, മൗലവി ഞങ്ങൾ കൊടുത്ത കഴിവെന്നല്ലേ ചോദിക്കണത്, അതിനെന്താ കുഴപ്പം? അത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഓർത്തു വെക്കുക, ഒരിക്കലും തന്നെ ആ ആളുകൾക്ക് അള്ളാഹ്
ഈ കഴിവ് വിട്ടുകൊടുത്തു എന്നതിന് എവിടെയും നമുക്ക് രേഖ കിട്ടൂല. അത് വിശുദ്ധ ഖുർആനിൽ എവിടെയും കിട്ടൂല. അപ്പൊ പറയും ഞങ്ങൾ തവസ്സുൽ നടത്തുകയാണ്, ഇടതേട്ടം നടത്തുകയാണ്, അതിന് കുഴപ്പമില്ലാന്ന്. ഞങ്ങൾ അവരോട് നേരിട്ട് ചോദിക്കല്ല, അവർ അള്ളാഹുവിലേക്ക് വസീലയാക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അള്ളാഹു അനുവദിച്ച വസീല എന്നത് സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളുമാണ്. മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും തന്നെ വസീലയല്ല, മറിച്ച് അത് പ്രാർത്ഥനയിൽ വരുന്ന ശിർക്കാണ്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട്, അവയിലൂടെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ വസീല ഉണ്ട്. എന്താ വസീല? റഹ്മാനായ റബ്ബേ എന്ന് വിളിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ഗഫൂറായ റബ്ബേ എന്ന് വിളിച്ച് അള്ളാഹിനോട് പറയാ, പടച്ചോനെ ഈ എല്ലാം കേൾക്കണോണാണല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് പറയാ. അങ്ങനെ അതാണ് വസീല എന്ന് പറയുന്നത്. അള്ളാഹിന്റെ നാമഗുണ വിശേഷണങ്ങൾ എടുത്തു വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അതിനെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മറിച്ച് മുഹ്യിദ്ദീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന രീതിയിൽ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ എവിടേക്ക് എത്തും എന്നറിയപ്പത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് രണ്ടല്ലുണ്ട്, വേറെ പടച്ചോണ്ട്, അല്ലെങ്കിൽ CM മടവൂര് പടച്ചോനാണ് എന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കണില്ല എന്നാ പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ യൂട്യൂബിൽ നിങ്ങളൊന്ന് പോയി സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ നല്ല രസമുള്ള പാട്ടാണത്. എന്താണ് ആ പാട്ടില്? ഞങ്ങളുടെ പടച്ചോൻ CM മടവൂരാണ്. കേട്ടില്ല നിങ്ങളാ പാട്ട്? ഞങ്ങളെ പടച്ചോൻ CM മടവൂരാണ്. അപ്പൊ നമ്മളൊക്കെ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു അത് അബദ്ധത്തിൽ ഏതെങ്കിലും ചെറുക്കന്മാര് അന്തല്ലാതെ പാടിയതാവൂന്ന് കരുതി. പക്ഷെ അത് വന്നപ്പോൾ ആകെ ബേജാറായി. ചില മുസ്ലിയാക്കന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു അത് അഹ്ലുസുന്നയുടെ നയല്ല, ഞങ്ങളെ നയല്ല, ആദർശമല്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. പക്ഷെ ആ പാട്ടുണ്ടാക്കിയ ആൾക്ക് വീണ്ടും രംഗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് അറിയോ, എങ്ങനെ ഇത് തെറ്റാകാം? അവരെ പണ്ഡിതന്മാരോട് ചോദിക്കണം, അവര് ഇതെങ്ങനെ തെറ്റാകും? കാരണം എന്താ? അള്ള കൊടുത്ത കഴിവ് ചോദിക്കാന്നല്ലേ നമ്മളെ ബേസ്. ഇവിടെയുള്ള ഇരു സമസ്തയിലെ മുസ്ലിയാക്കന്മാരും പ്രസംഗിക്കുമ്പോൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ബേസ് എന്താ? അള്ള കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കണതിന് കുഴപ്പമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് CM മടവൂരിന് ഈ കഴിവ് കൊടുത്തൂടെ? പറക്കുന്ന വിമാനം പിടിച്ചു നിർത്താനുള്ള കഴിവ് കൊടുത്തൂടെ? മരണപ്പെട്ടു പോയ ആളെ ICUവിൽ പോയി രക്ഷപ്പെടുത്താൻ, ജീവൻ കൊടുക്കാനുള്ള ആ കഴിവ് CM മടവൂരിന് കൊടുത്തൂടെ? കുറച്ചു കാലം നീ പ്രപഞ്ചം ഭരിച്ചോ, അടക്കി ഭരിച്ചോ, നീ ജനങ്ങളുടെ പടച്ചോനയിക്കോ എന്നുള്ള കഴിവ് കൊടുത്തൂടെ? ഈ ചോദ്യമാണ് ഈ പാട്ടുണ്ടാക്കിയ ആളുകൾ അവരുടെ തന്നെ നേതാക്കന്മാരോട്, ഉസ്താദന്മാരുടെ മുഖത്തു നോക്കി അവർ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഇന്ന് വരെ തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല. അവർക്ക് 2 ഉത്തരേ കൊടുക്കാൻ കഴിയുള്ളൂ. ഒന്നെന്താ അറിയോ? അത് അംഗീകരിച്ചു കൊടുക്കുക. അത് ശരി തന്നെയാണ്, അതേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം കൊടുത്ത കഴിവെന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ കല്ലിന് കൊടുത്തൂടെ? ഇപ്പൊ ഒരാളൊരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി ഒരു തൊപ്പിയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് വിചാരിക്കുക. അവിടെ അത് പാടുണ്ടോ? അവർക്ക് മുസ്ലിങ്ങൾക്ക് ഇത് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ പറയണത് ഈ വിഗ്രഹത്തിന് എന്താ അള്ളാഹ് കൈ കൊടുത്തൂടെ? ചോദിച്ചൂടെ? ആ ചോദ്യത്തിന് അത് ഹലാലാണ്. അതേ ചോദ്യമാണെന്ന് CM മടവൂര് പടച്ചോനാണെന്ന് പറയാനും വന്നത്. അപ്പൊ അത് അംഗീകരിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെന്താ രണ്ടാമത്തെ മറുപടി? അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന കാര്യം ഒരു സൃഷ്ടിക്കും അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല എന്ന ഉത്തരമാണ് അതിന് പറയേണ്ടത്. ആ ഉത്തരം പറഞ്ഞാൽ അത് മുജാഹിദീങ്ങളെ വാദമായി മാറും. അപ്പൊ അത് മുജാഹിദായി എന്ന് വ്യാഖ്യാനിക്കും. ആ മുസ്ലിയാരെ മുജാഹിദായിട്ട് മുദ്രകുത്തും. അപ്പൊ അതും പറയാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് നമ്മുടെ സമസ്തയിലെ പല പണ്ഡിതന്മാരും നേതാക്കന്മാരും മുദർരിസീങ്ങളും ഒക്കെ ആ ആശയ പ്രതിസന്ധിയിലാണ് ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ഈ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഈ നാട്ടിൽ ഇനി അല്ലല്ലാത്തവരോട് ആരോട് എങ്ങനെ പ്രാർത്ഥിച്ചാലും അതൊക്കെ ഈ ന്യായം വെച്ച് അംഗീകരിക്കേണ്ടി വരും. ഈ CM മടവൂരിനെ കുറിച്ച് അദ്ദേഹം പടച്ചോനാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കാരപറമ്പിലെ പടച്ചോനെ പേടിയുള്ള സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചോളൂ. ഈ പോക്ക് പോയാൽ നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുക, നമ്മുടെ ഖബറാണ് പ്രയാസമാവുക. നമുക്ക് ഓതിത്തരുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉസ്താദന്മാരും നമ്മുടെ
ഖബറിലേക്ക് നമ്മുടെ കൂടെ വരികയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ട് മുജാഹിദുകൾ കവലകൾ തോറും നിർഭയത്വം തൗഹീദിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മൈക്ക് കെട്ടി പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാര്യത്തിൽ മനുഷ്യന്മാർ അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലാണെന്ന് മാത്രമല്ല, ഇത് പറയാൻ മറ്റൊരു സംഘം ഇവിടെ ഇല്ല എന്നതാണ് സത്യം.